ഇന്ന് ചെയ്യാൻ പോകുന്നത് SSC GD 2022 11/01 2023 നടന്ന ഷിഫ്റ്റ് 4 മാത്സിൻ്റെ ഫുൾ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, അങ്കിത എന്ന് പറഞ്ഞൊരു പെണ്ണ് 50 രൂപയുടെ എത്രയോ ടോയ് വാങ്ങിച്ചു. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെ പുള്ളിക്കാരത്തി വീട്ടിൽ എത്തി നോക്കിയപ്പോൾ ഡിസ്കൗണ്ട് എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോൾ 450 രൂപ ഡിസ്കൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം അവൾ എത്ര ടോയ് വാങ്ങിച്ചിട്ടുണ്ടോ നമ്മോട് ചോദിച്ചേക്കുന്നത്. അവിടെ ഇപ്പോൾ 10% എന്ന് പറഞ്ഞാൽ നമ്മളത് ഫ്രാക്ഷൻ ഫോം എഴുതുമ്പം 1/10 എന്ന് പറയാം. അതായത് എന്താ, 10 രൂപയുടെ സാധനം 9 രൂപയ്ക്ക് വാങ്ങിച്ചു. അതായത് മാർക്കറ്റ് പ്രൈസ് 10 ആണെങ്കിൽ പുള്ളിക്കാരത്തി സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 9 രൂപയാവും. ഈ 1 കുറച്ചിട്ട് 9 രൂപയാവും. ഇവിടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 50 രൂപയാണ് തന്നിട്ടുണ്ട്. അത് ഇൻറ്റു 5 ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഈ 9ൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ, അതേ 5 തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. 9×5 45 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്ത് വിൽക്കുന്നത്. ഇവിടെ ഒരു ഐറ്റത്തിന് പുള്ളിക്കാരത്തിക്ക് 5 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തം കിട്ടിയ ഡിസ്കൗണ്ടാണ് എന്ത്, 450 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ, ഒരു സാധനത്തിന് കിട്ടിയ ഡിസ്കൗണ്ട് 5 രൂപ. അങ്ങനെ എത്രയോ സാധനം വാങ്ങിച്ചു, മൊത്തം 450 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ എന്നെ കാണണമെങ്കിൽ എന്താ, 450 / 5 ചെയ്യാം. അപ്പം വെട്ടിപ്പോകുമ്പോൾ എത്ര, 90 കിട്ടും. അപ്പം 90 എന്താ ആൻസർ വരുന്നത്, ഓപ്ഷൻ 3. അപ്പോൾ എന്താ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ചോദ്യം എന്താ പറയുന്നത്, എ സൈക്ലിസ്റ്റ് ആൻഡ് എ ജോഗർ കവേഴ്സ് എ സർട്ടൺ ഡിസ്റ്റൻസ് അറ്റ് എ സർട്ടൺ സ്പീഡ്. ഇഫ് ദ ജോഗർ കവേഴ്സ് 1/3 ഓഫ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ സൈക്ലിസ്റ്റ് ഇൻ double of the time as they taken by the cyclist, the ratio of the speed of the jogger to that of the cyclist എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ, ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുക്കാം. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ, കാരണം ഇവിടെ എന്താ ഡിസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ ജോഗർ കവേഴ്സ് 1/3 ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1/3 ഓഫ് ദ ഡിസ്റ്റൻസാണ്. അപ്പം മൊത്തം 3 കിലോമീറ്ററിന് എടുത്തോളാം. അപ്പം ജോഗർ 1 കവർ ചെയ്യുമ്പം സൈക്ലിസ്റ്റ് 3 കവർ ചെയ്യും. ഇത് ജോഗറും ഇത് എന്താണ്, ഇത് സൈക്ലിസ്റ്റും കേട്ടോ. ഇനി എന്താ, ഇനി ടൈമിൻ്റെ കാര്യം പറയുന്നത്. ടൈമിൻ്റെ റേഷ്യോ എടുക്കുമ്പം, ഇനി ടൈമിൻ്റെ കാര്യം പറയുമ്പം ഇൻ ഡബിൾ ഓഫ് ദ ടൈം ആസ് ടേക്കൺ ബൈ ദ സൈക്ലിസ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ജോഗർ ഇരട്ടി സമയം എടുക്കും സൈക്ലിസ്റ്റിനേക്കാളും. ഇനി സാധാരണ ഉപയോഗിക്കുന്ന ഫോർമുല തന്നെ, സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ. അതെന്താണ്, ഇത് തമ്മിൽ അങ്ങ് ഡിവൈഡ് ചെയ്തോളാം. അതായത് മുകളിൽ 1/2 വരും. മുകളിലത്തെ ഡിസ്റ്റൻസ് 1ഉം താഴത്തെ ടൈം 2 2. അതുപോലെ മുകളിലത്തെ ഡിസ്റ്റൻസ് 3ഉം താഴത്തെ ഡിസ്റ്റൻസ് 1ഉം. എന്താ, 1/2 3/1 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ റേഷ്യോ മാറ്റാൻ എന്താ ചെയ്യേണ്ടത്, ഇതങ്ങ് അങ്ങോട്ട് വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എത്രയാണ്, അപ്പം ഇത് 1:6 എന്ന് വരും. ആൻസർ എന്താണ്, ഓപ്ഷൻ 3. 1:6 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ റേഷ്യോയിലാണ് അല്ല ഫ്രാക്ഷനിലാണ് റേഷ്യോ കിട്ടുന്നതെങ്കിൽ എന്താണ്, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എന്താ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം ഇവിടെ എന്താ, 950 രൂപയ്ക്ക് വാങ്ങിച്ചു, 1150 രൂപയ്ക്ക് വിറ്റു. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഡിഫറൻസ് എന്താ, 950ഉം 50ഉം കൂടെ കൂട്ടി 1000, 1150 + 50 200 രൂപ പ്രോഫിറ്റ് കിട്ടും. 200 രൂപ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് 950 × 100. ഒരു 0 വെട്ടിപ്പോയി. ഇത് രണ്ടും 5 കൊണ്ട് വെട്ടിപ്പോവും. അപ്പോൾ 200 / 5 ചെയ്യുമ്പോൾ എത്രയാണ്, 40 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ 19 എന്ന് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്, 19, 2 പോകുമ്പോൾ 38 വരും. അപ്പം 2 38 വരും. 2 റിമൈൻഡർ. 40ൽ നിന്ന് 38 പോകുമ്പോൾ എന്താണ്, റിമൈൻഡർ 2 വരും. 19നേക്കാളും ചെറുതായതുകൊണ്ട് എന്താ, പോയിൻ്റ് ഇട്ട് കൊടുക്കുക, 20 ആക്കി കൊടുക്കുക. അപ്പം 20ൽ 19 എത്രയാണോ, 1 പോകത്തുള്ളൂ. അവിടെ വരെ ചെയ്താൽ മതി. ഇൻറ്റു
10 ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ 2.1 × 10 ചെയ്യുമ്പോൾ എത്രയാണ്? 21 എന്ന് കിട്ടും. 21 പോയിൻറ്റ് സംതിങ് ഉണ്ട്, മുമ്പോട്ട് പോകുന്നില്ല. നമ്മളോട് ചോദിച്ചേക്കുന്നത് റൗണ്ട് ഓഫ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ 21 വരും. ഒരു മിനിറ്റ്, നമുക്ക് ഇവിടെ ഓപ്ഷൻ 22 കിടപ്പുണ്ട്. അപ്പോൾ എന്താണ് മുമ്പോട്ട് ചെയ്ത് നോക്കേണ്ടി വരും. കാരണം 21.9 ഒക്കെയാണ് വരുന്നതെങ്കിൽ എന്താണ് റൗണ്ട് ഓഫ് ചെയ്ത് 22 എത്തിക്കേണ്ടി വരും. അപ്പം ഡിവൈഡ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടി വരും. നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. ഇവിടെ റിമൈൻഡർ പിന്നെ എന്താണ് 1 വരും. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തോളാം. എന്നിട്ട് 200 ആക്കിക്കൊള്ളാം. 200 അല്ല 100 ആക്കിക്കൊള്ളുക. അപ്പം 19 100 ഇനി എത്ര തവണ പോകും? 19 × 5 ചെയ്യുമ്പം എത്രയാണ്? 95 വരും. അപ്പം 5 പിന്നെ റിമൈൻഡർ 5. നമുക്ക് ഇവിടെ വരെ ചെയ്താൽ മതി. 2.105 എന്ന് കിട്ടിയിരിക്കണം. അപ്പോൾ എന്താണ് 21 വരത്തുള്ളൂ. 21.5ക്ക് അപ്പുറത്തേക്ക് വന്നാൽ മാത്രമേ 22 എന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഓപ്ഷനെ 21 തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഷോപ്പ് കീപ്പർ എന്താണ് ഒരു സാധനത്തിൽ 7.5% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എന്തെല്ലാം മാർക്കറ്റ് പ്രൈസിൽ. അത് കൂടാതെ അയാൾ എന്താ 10 രൂപയ്ക്ക് ക്യാഷ് ബാക്കും കൊടുക്കുന്നുണ്ട്. 10 രൂപ ക്യാഷ് ബാക്കും കൊടുക്കുന്നുണ്ട്. 10 രൂപയ്ക്കല്ല 10 രൂപ ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് എന്താണ് 5 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പം എക്സ് രൂപയാണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഈച്ച് ഐറ്റം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു എക്സ് ആണ് മാർക്കറ്റ് പ്രൈസ്. അപ്പം എക്സ് ഇൻറ്റു 100 നിന്ന് 7.5 പോയാൽ എത്രയാണ്? 92.5% എന്ന് കിട്ടും. അപ്പം ഇത് മാത്രമാണോ? ഇത് മാത്രമല്ല, എന്താണ് എക്സ്ട്രാ 10 രൂപ ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കുറയ്ക്കണം. അപ്പോൾ ഇതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നുകൂടി എഴുതിയിരുന്നു എക്സ് ഇൻറ്റു 0.925/100 വേണ്ടല്ലോ. 0.925 - 10 എന്ന് വരും. അതായത് എന്താ 0.925x എന്ന് എടുക്കാം. 0.925x - 10 എന്ന് വരും. അപ്പോൾ ഇതെന്താ? ഇത് SP ആണ്, സെല്ലിംഗ് പ്രൈസാണ്. ഇനി നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. നമുക്കിവിടെ പ്രോഫിറ്റ് പറയാം, സെല്ലിംഗ് പ്രൈസ് പറയാം. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്? സെല്ലിംഗ് പ്രൈസിൽ നിന്ന് മൈനസ് പ്രോഫിറ്റ് ചെയ്താൽ കോസ്റ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇത്രയും സംഭവമാണ്. നമുക്ക് പ്രോഫിറ്റ് പറയാം എത്രയാണ്. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇത് മൈനസ് പ്രോഫിറ്റ് എത്രയാണ്? 5 ചെയ്താൽ മതി. അപ്പം ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 0.925x മൈനസ് 10 -5 എന്ന് പറയുമ്പോൾ -15 വരും. ഇതാണ് ഉത്തരം, ഓപ്ഷൻ 3. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ റിഡക്ഷൻ 15%. അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് 25% കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള 4335 രൂപ. അങ്ങനെയാണെങ്കിൽ ആദ്യം എത്ര ഉണ്ടായിരുന്നത് ചോദിച്ചേക്കുന്നത്. ഇവിടെ അപ്പോൾ എന്താ ഡിസ്കൗണ്ട് എടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ 15% പ്ലസ് 25% മൈനസ് 15 × 25/100. അപ്പോൾ ഇത് 40 മൈനസ് ഈ 25 100 കൂടെ വെട്ടിപ്പോകുമ്പോൾ എത്രയാണ്? 1/4 വരും. 4 15 കൂടെ വെട്ടിപ്പോകുമ്പോൾ എത്രയാണ്? അത് വെട്ടിപ്പോവില്ല, പക്ഷേ അത് ഡിവൈഡ് ചെയ്യുമ്പം 4 3s are 12 വരും. അത് കഴിഞ്ഞ് റിമൈൻഡർ 3/4 വരും. അതായത് ഇത് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്? 3.75 വരും. എന്ന് പറയുന്നത് എത്രയാണ്? 36.25 വരും. അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്ര? 36.75 അല്ല, അത് ചെറിയൊരു തെറ്റുണ്ട്. എന്താണ്? 100 മൈനസ് 36.25 ചെയ്യുമ്പോൾ എത്ര കിട്ടും? അതെന്ന് പറഞ്ഞാൽ 63
63.75 വരും. ഈ 63.75 വാല്യൂ ആണ് നമുക്ക് എന്ത് തന്നേക്കുന്നത്, 4.335 എന്ന് പറയുന്നത്. എന്താണ് ഇത് ഇൻറ്റു 0.4 ചെയ്യുമ്പോൾ എത്രയാണ്, അല്ല ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്രയാണ്, 63 ഇൻറ്റു 4 ചെയ്യാം. അപ്പം എത്ര, 252 വരും. 252 വരും. അതിൻ്റെ കൂടാതെ എന്താ, ഈ 0.75 ഇൻറ്റു 4 ചെയ്യുമ്പോൾ അത് 3 ആവും. അപ്പോൾ 252 പ്ലസ് 3 എന്ന് പറയുമ്പോൾ എത്രയാണ്, 255 വരും. 255 വരും. ഈ 255 ഇൻറ്റു 17 ചെയ്യുമ്പോഴാണ് എന്ത്, 43,335 വരുന്നത്. അപ്പം 63.75 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ 43,335 കിട്ടുന്നത്, ഈ 17 ഇൻറ്റു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 17 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്ര, 68 എന്ന് വരും. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്, 68. അങ്ങനെയാണെങ്കിൽ 100% കണ്ടുപിടിച്ചാൽ മതി. 100% കണ്ടുപിടിക്കുമ്പോൾ 6,800 എന്ന് കിട്ടും. അതാണ് ഉത്തരം, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ മാൻ ഈസ് 70% ഓഫ് ഹിസ് ഇൻകം. ഇഫ് ഹിസ് ഇൻകം ഈസ് സക്സസീവ്ലി ഇൻക്രീസ്ഡ് ബൈ 20%, 50% ആണെങ്കിൽ ദെൻ ഹിസ് ന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ഓർ ലെസ് ദാൻ ഹിസ് പ്രീവിയസ് എക്സ്പെൻഡിച്ചർ, so that his new savings became 2.5 times of the previous savings. അപ്പോൾ ഇവിടെ എന്താ, ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ് റേഷ്യോ എടുക്കാൻ പോവാം. ഇൻകം 100 ഉണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്, 70 ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം സേവിങ്സ് എത്ര ഉണ്ടാവുള്ളൂ, 30. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, അതായത് 20, 50 എന്ന് 2 സക്സസീവ് ഇൻക്രീസ് കൊടുത്തു ഏതില്ല, ഇൻകത്തിൽ. അപ്പം 100 ഇൻറ്റു 120 ഇൻറ്റു 150 ബൈ 100 ബൈ 100. അപ്പം ഇതും വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി. അപ്പോൾ 12 ഇൻറ്റു 15 ചെയ്യുമ്പോൾ എത്രയാണ്, 180 വരും. അപ്പോൾ ഇൻകം 100 എന്നുള്ള എത്രയാണ്, 180 ആയി. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് സേവിങ്സ് എന്ന് പറഞ്ഞാൽ 2.5 ടൈംസ് കൂടുന്ന പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് ഇൻറ്റു 5/2 ചെയ്യുമ്പോൾ എത്രയാണ്, 5 3 50, 150 ബൈ 2 എന്ന് പറയുന്നത് 75 ആവും. അപ്പം ഇൻകം 180ഉം സേവിങ്സ് 75 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് വരുന്നത്, 180 മൈനസ് 75 ചെയ്യുമ്പോൾ 105 വരും. അപ്പം ഇവിടെ എത്ര വ്യത്യാസം വന്നേക്കുന്നത്, 35 കൂടി. അപ്പം എത്രയായിട്ടാണ് കൂടിയത്, 35 കൂടി 70 ഇൻറ്റു 100. അപ്പം 1/2 ഇതാണ്, 50% മോർ വരും. ഏതാ, ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എ കംപ്ലീറ്റ്സ് 80% ഓഫ് വർക്ക് ഇൻ 20 days. Then B joins A and they complete the remaining work in 3 days. How long will B alone take complete the whole work എന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ ഇപ്പോൾ 80% നമ്മൾ പെർസെൻറ്റേജിലോട്ടാക്കുമ്പോൾ എത്രയാണ്, 4/5 എന്നാണ്. അതായത് 4/5 വർക്ക് ചെയ്യാൻ അയാൾക്ക് എത്ര ദിവസം എടുക്കും, 20 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 5/5 മൊത്തം വർക്ക് മൊത്തം എടുക്കാൻ, 1 ജോബ് ഹോൾഡ് എടുക്കാൻ എത്രയാണ്, 20/4/5 വരും. അതായത് 5/4 വരും. അത് 4 5 20, അതായത് 25 ഡേയ്സ് എടുക്കും. ഇനി എന്താണ്, ഇതുപോലെ തന്നെ A+Bയുടെ കാര്യം എടുക്കണം. ഇതിപ്പോൾ നമ്മൾ എന്താണ്, എയുടെ കാര്യം മാത്രമാണ് എടുത്തത്. ഇനിയിപ്പോൾ ഈ A+Bയുടെ കാര്യം എടുക്കും, എന്താണ് A+Bയുടെ കാര്യം എടുക്കുമ്പോൾ 20% വർക്ക്, ബാക്കിയുള്ള 20% വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളൂ. 20% വർക്കിനെ എന്താ 1/5 എന്ന് എടുക്കുക. ആ 1/5 വർക്ക് ഒരു 3 ദിവസം കൊണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക്, അതായത് 5/5 വർക്ക് എടുക്കാൻ എത്ര ദിവസം എടുക്കും, അതായത് 3/5
1/5 വരും. അതായത് 3 × 5/1 വരും. അത് എത്രയാണ്? 15 ദിവസം എടുക്കും. അപ്പോൾ 2 പേരും കൂടെയാണ് ആ ഫുൾ വർക്ക് ചെയ്യാൻ എത്രയാണ്? 15 ദിവസം എടുക്കും. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി നമുക്കെന്താ, അതായത് എ തന്നെ ആ വർക്ക് എടുക്കാൻ എത്രയാണ്? 25 ദിവസം എടുക്കും. A+B കൂടെ ആ 2 വർക്കും കൂടെ മൊത്തം എടുക്കാൻ എത്രയാണ്? 15 ദിവസം എടുക്കും. ഇനി എന്താണ് സാധാരണ ചെയ്യുന്ന പോലെ ഇത് LCM എടുക്കുമ്പോൾ എത്ര? 75 വരും. 75/25 ചെയ്യുമ്പോൾ ഇവിടെ 3 എഫിഷ്യൻസി വരും. 5/15 ചെയ്യുമ്പം 5 ഇവിടെ A+Bയുടെ എഫിഷ്യൻസി 5 വരും. അപ്പം A+Bയുടെ എഫിഷ്യൻസി 5ഉം എയുടെ എഫിഷ്യൻസി 3ഉം അത് കിട്ടി. അപ്പം A+Bയുടെ എഫിഷ്യൻസിയിൽ എ കുറച്ച് കഴിയുമ്പം എത്രയാണ്? ബിയുടെ എഫിഷ്യൻസി കിട്ടും. അത് എത്രയാണ്? 2 കിട്ടും. അപ്പം മൊത്തം വർക്ക് എന്താണ്? 75 നമുക്കറിയാം. ബിയുടെ എഫിഷ്യൻസി 2 ആണെന്നറിയാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ്? 37.5 കിട്ടും. അപ്പം ഏതാ? ഫസ്റ്റ് ഓപ്ഷൻ 37.5. അതാണ് ആൻസർ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മാക്സിമം ലെങ്ത് ഓഫ് എ റോഡ് ഇൻ മീറ്റർ ദാറ്റ് ക്യാൻ ബി കെപ്റ്റ് ഇൻ എ ക്യൂബോയിഡൽ റൂം. പിന്നെന്താ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 മീറ്റർ, ബ്രെഡ്ത്ത് 6 മീറ്റർ, ഹൈറ്റ് 8 മീറ്റർ. അപ്പം അതെന്താ ഇക്വേഷൻ? √10² × 6² × 8² വരും. അപ്പോൾ ഇവിടെ എന്താ? 8ൻ്റെ സ്ക്വയർ 64, 6ൻ്റെ സ്ക്വയർ 36 വരുന്നത്. അത് രണ്ടും കൂടി കൂട്ടിയാൽ 100 വരും. ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ 100 വരും. അപ്പോൾ അത് എല്ലാം കൂടി എടുത്ത് കഴിയുമ്പോൾ √200 വരും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 2 × 100 എന്ന് എഴുതാം. √2 × 100 എഴുതാം. 100 പുറത്ത് വരുമ്പോൾ 10 ആവും. അപ്പം 10√2 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഓഫ് ചീസ് ടു സോസ് എന്ന് പറയുന്ന ഒരു പിസയുടെ എത്രയാണ്? 1:1/2 കപ്പ. ഇഫ് രാമ യൂസ്ഡ് 15 cups ഓഫ് സോസ് ടു മേക്ക് എ സർട്ടൻ നമ്പർ ഓഫ് പിസ, ഹൗ മെനി കപ്സ് ഓഫ് ചീസ് ഡിഡ് ഹി യൂസ് ഫോർ ദോസ് പിസ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിസയിൽ എത്രയാണ്? ചീസിൻ്റെയും സോസിൻ്റെയും റേഷ്യോ എത്രയാണ്? 1:1/2 ആണ്. അപ്പം എന്താ 2:1 ആണെന്ന് പറയാം. പിന്നെ ഈ പുള്ളി എത്രയാണ്? 15 കപ്പ് സോസ് ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ്? ഇവിടെ 15. അപ്പോൾ ഇവിടെ ×15 ചെയ്തപ്പോഴാണ് ഇവിടെ 15 വന്നു. അതുപോലെ ഇവിടെ ×15 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 2 × 15 ചെയ്യുമ്പോൾ 30 ആണ് വരുന്നത്. അപ്പം ആൻസർ എത്രയാണ് വരുന്നത്? 30 എന്ന് വരും. അപ്പോൾ ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സൈക്കിളുകാരൻ 20 മൈൽസ് 2.5 മണിക്കൂർ കൊണ്ടും പിന്നീടുള്ള 10 മൈൽസ് 1.5 മണിക്കൂർ കൊണ്ടും പോയി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആവറേജ് സ്പീഡ് ഓഫ് ദ സൈക്കിളാണ്. അതിനകത്ത് മൈൽസ് പെർ അവറിൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇവിടെ 20 മൈലും ഇവിടെ 10 മൈലും, മൊത്തം 30 മൈല്. 30 മൈല് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ എത്രയാണ്? 2.5 ഒന്നും കൂടെ കൂട്ടുമ്പോൾ 3.5 വരും. 3.5 15 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 3 മണിക്കൂർ 45 മിനിറ്റ് വരും. അതായത് 3 and 3/4 എന്ന് വരും. 3 4s are 12. 12 + 3 15/4 എന്ന് എഴുതാം. അതിനെ 15/4 ഇത് തിരിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പോൾ എത്രയാണ്? 4/15 ആകും. അപ്പോൾ ഇത് വെട്ടിക്കളഞ്ഞോളാം. അപ്പോൾ ഇതും കൂടെ വെട്ടി പോകുമ്പോൾ എത്രയാണ്? 1 2. അപ്പോൾ 8 എന്നാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ 4 8. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സാക്ഷി കോമളും കൂടെ ഒരു ജോലി എത്രയാണ്? 10 ദിവസം കൊണ്ട് തീർക്കും. അതേസമയം കോമൾ അതേ ജോലി തന്നെ എത്ര? 22 ദിവസം കൊണ്ട് തീർക്കും. ദേ സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗദർ ബട്ട് സാക്ഷി ലെഫ്റ്റ് ദ വർക്ക് ആഫ്റ്റർ 3 days
ആൻഡ് കോമൾ കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് അലോൺ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വിച്ച് ദ വർക്ക് ഈസ് കംപ്ലീറ്റഡ് എന്ന് ചോദിച്ചേക്കുന്നു. അപ്പം സാക്ഷിയും കോമളും കൂടെ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 10 ദിവസം കൊണ്ട് തീർക്കും. പക്ഷേ കോമൾ തന്നെ എത്ര ദിവസം കൊണ്ടാണ്? 22 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ഇതിൻ്റെ LCM എത്രയാണ്? 110 LCM വരുന്നത്. അപ്പോൾ 110ൽ 22 എത്ര ആവും? 110 / 22 ചെയ്യുമ്പോൾ 5 വരും. ഇവിടെ എത്രയാണ്? 110 / 10 ചെയ്യുമ്പോൾ എത്രയാണ്? 11 വരും. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്താ സാക്ഷിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? 11ൽ 5 കുറച്ചാൽ മതി. അപ്പോൾ സാക്ഷിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 6. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 3 ദിവസം, അതായത് 3 ദിവസം 11 എഫിഷ്യൻസി വെച്ച് വർക്ക് ചെയ്തു. അതായത് സാക്ഷിയും കോമളും കൂടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ 3 ദിവസം. അപ്പോൾ അവരുടെ എഫിഷ്യൻസി 11. അപ്പം 110ൽ എന്താണ്? 110ൽ 33 പണി തീർന്നു 3 ദിവസം കൊണ്ട്. ഇവിടെ 3 ദിവസം. ബാക്കി എത്രയുണ്ട്? 77 പണിയുള്ളൂ. 77 പണി ഇനി ആര് തന്നെ ചെയ്യണം? കോമൾ തന്നെ ചെയ്യണം. കോമളുടെ എഫിഷ്യൻസി എത്രയാണ്? 5. അപ്പോൾ 77/5 ചെയ്യുമ്പം ഇനി ഇവിടെ എന്താണ്? 77/5 ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം എന്താ ഫ്രാക്ഷൻ ഫോമിൽ തന്നെ. അപ്പം ഇതങ്ങ് പ്ലസ് ചെയ്ത് വിട്ടാൽ മതി. 3 + 77/5. ഇപ്പോൾ LCM എടുക്കുമ്പോൾ എത്രയാണ്? 15 + 77/5 വരും. കൂട്ടുമ്പോൾ എത്ര? 77 10 87 87 5 92 92/5 എന്നാണ് ഉത്തരം വരുന്നത്. ഏതാ? ഓപ്ഷൻ 2. അപ്പോൾ എന്താ? ഇനി 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫേഴ്സ് കോമ്പൗണ്ടേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 10 per annum when interest is compounded half yearly. പിന്നെ കസ്റ്റമർ ഡെപ്പോസിറ്റ് 3200 ഈച്ച് ഓൺ എന്ന 1st January ഇടും, അതുപോലെ 1st July ഇടും. ഒരു വർഷത്തിൽ 1st January 1st July പുള്ളി പൈസ ഇടും. അങ്ങനെയാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ വാട്ട് വിൽ ബി ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ കസ്റ്റമർ ആസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് തന്നെ എത്രയാണ് ചോദിച്ചേക്കുന്നത്? ഇൻട്രസ്റ്റ് എമൗണ്ടും അല്ല, ഇൻട്രസ്റ്റ് തന്നെ. ഇവിടെ പുള്ളി ഏതൊക്കെ മാസങ്ങളിലാണ് ഇടുന്നത്? അതായത് 1st January അതുപോലെ 1st July ഇടും. അവസാനം ഇൻട്രസ്റ്റ് എന്ന് വരെ ഉണ്ട്. 31 December എന്താ ഇൻട്രസ്റ്റ് എത്ര കിട്ടുമെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ 1st January ഇടുന്നത് എന്താ? ഒരു വർഷം. ഇത് ഫുൾ ഒരു വർഷമുണ്ട്. അപ്പോൾ എന്താ 10% വെച്ച് ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ എത്ര? 5% സക്സസീവ് എടുക്കണം, 2 വെച്ച്. അതപ്പോൾ എത്ര എടുക്കുന്നത്? എത്രയാണ് വരുന്നത്? 5 × 5/100 വരും. അപ്പോൾ പുള്ളി ഇവിടെ എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? 3200 ഡെപ്പോസിറ്റ് ചെയ്യും. 3200ൻ്റെ ഇത് കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? ഇത് കൂട്ടുമ്പം 5 × 5 = 10, പിന്നെ 0.25 വരും. കാരണം 25/100 ആണല്ലോ, 0.25 വരും. അപ്പം 10.25/100 വരും. ഇത് വെട്ടിക്കളയുമ്പോൾ 32 × 10.25 വരും. അത് പ്ലസ് ഈ 3200 എന്താണ്? അയാൾ July 1 ഡെപ്പോസിറ്റ് ചെയ്യും. ഈ July 1 നിക്ഷേപിക്കുമ്പോൾ December 31 വരെ എത്ര? 6 മാസമേ ഉള്ളൂ. 6 മാസമല്ലേ? January, February, March, April, May, June, July. അപ്പം ഇത് 6 മാസമേ ഉള്ളൂ. അപ്പം 3200ൻ്റെ എത്ര? 5% എടുത്താൽ മതി. കാരണം എന്താ? കോമ്പൗണ്ടിൽ ഹാഫ് ഇയർലി അത് ഒരു ടേമേ പോകത്തുള്ളൂ. അപ്പം 32 × 5 വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 320ൻ്റെ പകുതി എടുക്കുമ്പോൾ 150 10 160 വരും. അപ്പം ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 328 വരും. 328 വരും. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്രയാണ്? 8 0 8 6 2 8 3 1 4 488 വരും. ഓപ്ഷൻ ഫസ്റ്റ്. അപ്പം എന്താ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഇവിടെ സിംപ്ലിഫിക്കേഷനാണ് ചോദിച്ചത്. അപ്പം 16 × 9 / 4 of 2 എന്ന് പറഞ്ഞേക്കുന്നത്. ദ ഹോൾ ഡിവൈഡ് ബൈ 3 × 9 - 6 - 2 × 3 / 4 of 1/2. മോഡലെന്താണ് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. എന്താ അത് 18 വരും. കാരണം 4 × 2 ചെയ്യുമ്പോൾ 8 വരും. ഈ 8ഉം 16ഉം കൂടെ വെട്ടിപ്പോയിട്ട് 2 വരും. 9 × 2 എന്ന് പറയുന്നത് 18 വരും. താഴത്തെ കേസ് ഉണ്ട്. ഈ ഓഫിൻ്റെ പാർട്ട് ആദ്യം ചെയ്യണം. അപ്പം 4 × 1/2 എന്ന് പറയുന്നത് എന്താണ് 2 വരും. ഇത് 6/2 എന്ന് പറയുന്നത് 3 വരും. അപ്പം 3 × ഇത്രയും ഭാഗത്തിന് നമുക്ക് എന്താ 3 എഴുതാൻ പറ്റും. 3 × 9 - 6 എന്ന് പറയുന്നത് 3 തന്നെ -3 വരും. അപ്പോൾ 18/9 - 3 എന്ന് പറയുന്നത് 6 വരും. അപ്പോൾ 6 × 3 ചെയ്യുമ്പോൾ 18 വരും. ഫൈനൽ ആൻസർ എത്രയാണ്? 3 ആണ് ഫൈനൽ ആൻസർ. അപ്പോൾ എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 5000 കോമ്പൗണ്ടഡ് ഇയർലി ആൻഡ് ഹാഫ് ഇയർലി ഫോർ 1 year അറ്റ് 4 per annum എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒന്ന് ഹാഫ് ഇയർലി ആണ്, മറ്റേത് ഇയർലി ആണ്. ഹാഫ് ഇയർലിയിൽ വരുമ്പോൾ വ്യത്യാസം തന്നെ വരുന്നത് 2 വെച്ച് 2 തവണ ആഡാവും. അത് സക്സസീവാണ്. അതായത് 2 + 2 + 2 × 2/100 വരും. ഇവിടെ എന്താ ഇയർലി 4ആണ്. അപ്പം അതങ്ങനെ തന്നെ എടുത്താൽ മതി. 4 എന്ന് എടുത്താൽ മതി. ഇവിടെ ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 2 + 2 4 വരും. 4 + 4/100 വരും. അതെത്രയാണ്? 0.04 ആണ്. അപ്പോൾ 4 + 0.04 ചെയ്യുമ്പോൾ എത്രയാണ്? 4 + 0.04 ചെയ്യുമ്പോൾ എത്രയാണ്? 4.04 വരും. 4.04 വരും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 0.04 ആണ്. ഈ 5000ത്തിൻ്റെ 0.04/100 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? എത്രയാണ്? 50. ഒരു 0 വെട്ടിക്കളഞ്ഞു. 50 × 4 ചെയ്യുമ്പോൾ 50 × 4 അല്ല, 5 × 4. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഈ 500-നെ എന്താ 5 × 100 എന്ന് എഴുതി. എന്നിട്ട് ഈ 100-നെ ഞാൻ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്രയാണ്? അത് 4 ആയി. അപ്പം 5 × 4 എന്നായി. 10 വന്നു. 20/10 എന്ന് പറഞ്ഞാൽ എത്ര? 2 വരും. ഓപ്ഷൻ ഫസ്റ്റാണ് ആൻസർ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ദ റേഷ്യോ ഓഫ് മണി വിത്ത് ഗീത ആൻഡ് രാധ എന്ന് പറയുന്നത് 7:15 ആൻഡ് ദാറ്റ് ഓഫ് ദ മണി വിത്ത് രാധ ആൻഡ് സവിത എന്ന് പറയുന്നത് 7:16. അങ്ങനെയാണെങ്കിൽ ഇഫ് ഗീത ഹാസ് 980 രൂപ, ഹൗ മച്ച് മണി ഡസ് സവിത ഹാവ്? അപ്പം എന്താ ഇതിൻ്റെ എല്ലാം കൂടെ റേഷ്യോ എടുക്കണം. അപ്പം ഗീത, രാധ, സവിത. രാധയ്ക്ക് എത്രയുണ്ട്? 7, 15. ഇനി രാധ സവിതയ്ക്ക് എത്രയുണ്ട്? 7, 16. അപ്പം 7:16. ഇവിടെ എന്താ രാധയ്ക്ക് 2 വാല്യൂ വരുന്നുണ്ട്. അത് സെയിം ആക്കണം. അപ്പോൾ അതെങ്ങനെ സെയിം ആക്കാൻ പറ്റുന്നത്? ഇവിടെ × 7 ചെയ്യുക, ഇവിടെ × 7 ചെയ്യുക, ഇവിടെ × 15 ചെയ്യുക, ഇവിടെ × 15 ചെയ്യുക. അപ്പോൾ ഇത് എല്ലാം കൂടി ചെയ്യുമ്പോൾ എത്ര വരുന്നത്? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 7 × 7 49 വരും. 7 × 5 35, റിമൈൻഡർ 3, 7 × 7, റിമൈൻഡർ കൂടെ കൂട്ടുമ്പോൾ 10 കിട്ടും. അതുപോലെ എന്താ 15 × 15 ചെയ്യുമ്പോൾ എത്ര? 225 വരും. അതിൻ്റെ കൂടെ എന്താ ഒരു 15 കൂടെ ആഡ് ചെയ്താൽ മതി. 225 10 235, അതിൻ്റെ കൂടെ 5 കൂടെ ആഡ് ചെയ്യുമ്പോൾ 240 എന്ന് വരും. ഇനി പറഞ്ഞേക്കുന്നത് ഇഫ് ഗീത ഹാവ് 980 രൂപയുണ്ട്. ഈ പുള്ളിക്ക് എത്രയില്ല. അങ്ങനെയാണെങ്കിൽ സവിതയുടെ എത്രയുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്.
ഇവിടെ എന്താ 49 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്രയാണ് 98 വരും. അപ്പം ഇവിടെ ഒരു 0 എക്സ്ട്രാ ഉള്ളൂ. അപ്പം 20 ചെയ്താൽ മതി. അതേ 20 തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4ൻ്റെ ഇരട്ടി എതിരാ 48, ഒരു 0 ഇട്ട് കൊടുത്തോളാം, 2 0 ഇട്ട് കൊടുത്തോളാം. അപ്പം 4800 വരും. ഓപ്ഷൻ 4 ആണ്, 4800 ആണ് കറക്റ്റ്. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, അതായത് ഒരു സ്പീഡിൽ പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് 30 മിനിറ്റ് കുറവേ എടുക്കുകയുള്ളൂ പതുക്കെ പോകുന്ന ട്രെയിനേക്കാളും. ടോട്ടൽ ജേണി എന്ന് പറയുന്നത് എത്ര 60 കിലോമീറ്ററാണ്. ഇഫ് ദ സ്പീഡ് ഓഫ് ദ സ്ലോ ട്രെയിൻ എന്ന് പറയുന്നത് 20 km/h ലെസ് ദാൻ ദ സ്പീഡ് ഓഫ് ദ ഫാസ്റ്റ് ട്രെയിൻ ആണെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ സ്ലോ ലോക്കൽ ട്രെയിൻ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലേക്ക് ജസ്റ്റ് വാല്യൂസ് എല്ലാം പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ മതി. S1 ഇൻറ്റു S2 ബൈ S1 മൈനസ് S2 എന്ന് പറയുന്നത് എന്താ, അല്ല S1 മൈനസ് S2 ഇൻറ്റു ടൈം ഗ്യാപ്പ് കൊടുത്താൽ മതി. അപ്പോൾ എന്താ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് നമുക്കറിയാം എത്ര 60 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ S1 ഇൻറ്റു S2 നമുക്കറിയത്തില്ല, പക്ഷേ എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് അറിയാം. എത്രയാണ് 20 km/h. അപ്പോൾ ഒന്നിനെ നമുക്ക് S എന്ന് എടുക്കുകയാണെങ്കിൽ മറ്റേ എന്താണ് S + 20 വരും. അത് അങ്ങനെ തന്നെ നമ്മൾ കൊടുത്താൽ മതി. അപ്പം S ഇൻറ്റു S + 20 ബൈ S1 മൈനസ് S2 നമുക്കറിയാം എന്താ, ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ 20 കിട്ടും. 20 ഇൻറ്റു 30 മിനിറ്റിലാണ് തന്നേക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാം എന്താണ് km/h സ്പീഡെല്ലാം km/h. അപ്പം 30/60 കൊടുത്തോളാം ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ 0 വെട്ടിപ്പോയി, ഇവിടെ 1 2 വന്നു. അപ്പോൾ 2 ഇൻറ്റു 20 ചെയ്യുമ്പോൾ 40 വന്നു. അപ്പം 60 എന്ന് പറയുന്നത് ഈക്വൽ ടു S1 അല്ല S ഇൻറ്റു S + 20 ബൈ 40 എന്ന് വന്നു. ഇനി എന്നാൽ ഞാൻ ഈ 40നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇൻറ്റു 40 ആയി. ഇനി ഇത് ചെയ്യാൻ നേരത്തെ എന്താണ്, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ വരും. കാരണം ഇത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ S² + 20S ഈക്വൽ ടു 6 4 24 2400 വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്തെടുക്കാൻ നല്ല പാടാണ്. പകരം എന്താണ്, നല്ല പാടല്ല, സമയമെടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം ഇവിടെ ഇങ്ങോട്ട് നോക്കി കഴിയുമ്പം ഇത് എന്ന് പറയുന്നത് S ഇൻറ്റു S + 20 എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഇവിടെ എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 20 വരുന്നുണ്ട്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 20 ആണെന്ന് അറിയാം. രണ്ടും ഇൻറ്റു ചെയ്ത് കിടക്കുന്നത്. അപ്പം ഇതെന്താ, ഇത് S1 ഇത് S2 ആയിട്ട് നമുക്ക് എടുക്കാമെന്നല്ല, അതാണ് അതിൻ്റെ സ്പീഡ്. സ്ലോ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പം 40 വരും. ഇതാണ് ഉത്തരം 40. അപ്പം എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, എ പേഴ്സൺ ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് at 180 km/h and return to the starting point at 240 km/h. If the total time taken is 6 hours, then find the distance between the two places. അപ്പോൾ ഇവിടെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കണം. ഇവിടെ എന്താ, അപ്പോൾ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ആവറേജ് സ്പീഡ് ഇൻറ്റു ടോട്ടൽ ടൈം ടേക്കൺ ചെയ്താൽ മതി. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ എന്താ, 2 സ്പീഡ് തന്നിട്ടുണ്ട്. സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് 2AB ബൈ A + B എന്ന് പറഞ്ഞ ഇക്വേഷൻ ചെയ്താൽ മതി. അപ്പോൾ എയും ബിയും എന്താ 180 240. അപ്പോൾ 2 ഇൻറ്റു 180 ഇൻറ്റു 240 ബൈ 180 പ്ലസ് 240 ചെയ്താൽ മതി. 180 240 കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്, 420 വരും. 420 വരും. ഇതും കൂടെ വെട്ടി പോകുമ്പോൾ എത്രയാണ്, 420 പകുതി 210 വരും. അപ്പോൾ 210 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്രയാണ്,
42 240 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 48 വരും. ഇനി ഞാൻ 150-നെ 42-നെ 6 കൊണ്ട് വെട്ടാൻ പോകും. അപ്പം 150 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പം 30, 42 ഡിവൈഡ് ബൈ 6 7 42. അപ്പോൾ ഇവിടെ 7 വരും. ഇനിയൊന്നും വെട്ടി കുറയ്ക്കാനില്ല. 30 × 48 ഡിവൈഡ് ബൈ 7 വരും. ഇത് ചെയ്യുമ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 205 പോയിൻറ്റ് സംതിങ് എന്നുള്ളത് 205 നമുക്ക് എടുക്കാം. അപ്പോൾ ആവറേജ് സ്പീഡ് കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്താ, ഈ ആവറേജ് സ്പീഡ് ഇൻറ്റു ടോട്ടൽ ടൈം ടേക്കൺ ചെയ്താൽ എന്താ ഡിസ്റ്റൻസ് കിട്ടും. അപ്പം ആവറേജ് സ്പീഡ് 205 ഇൻറ്റു ടോട്ടൽ ടൈം ടേക്കൺ 6 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര 1230 വരും. ഇതെന്താ ടോട്ടൽ ഡിസ്റ്റൻസ് സഞ്ചരിച്ച, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. കാരണം എന്താ, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും പോയി വരുന്നത്. അപ്പം ഇത് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി എടുത്താൽ മതി. 1230-ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്രയാണ്, 1000-ൻ്റെ പകുതി എടുക്കുമ്പോൾ 500, 200-ൻ്റെ പകുതി എടുക്കുമ്പോൾ 100, അപ്പം 600, 615 വരും. അപ്പോൾ ഓപ്ഷനുകൾ നോക്കുമ്പോൾ 615 എടുത്തിട്ടുണ്ട്. 617.14 കിലോമീറ്റർ ഉണ്ട്. അതാണ് ഉത്തരം വരുന്നത്. നമ്മളിവിടെ എന്താണ് കുറച്ച് എസ്റ്റിമേഷൻ ചെയ്തായിരുന്നു. 205 പോയിൻറ്റ് സംതിങ് ഉണ്ടായിരുന്നു, നമ്മളത് 205 എടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വന്ന വ്യത്യാസമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, അതൊരു ക്യൂബോയിഡിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്ര 24, 18, 12 എന്ന് പറയുന്നത്. അതിനെ മെൽറ്റ് ചെയ്ത് ചെറിയ ചെറിയ ക്യൂബാക്കി. ആ ക്യൂബിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ക്യൂബ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതായി ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് എന്താ, വോളിയം ഓഫ് ദ ക്യൂബോയിഡ് എന്ന് പറയുന്നത് എന്താ, ഈക്വൽ ടു വോളിയം ഓഫ് ദ ക്യൂബ്സ് ടോട്ടൽ പ്രൊഡ്യൂസ്ഡ്. വോളിയം ഓഫ് ക്യൂബോയിഡ് കിട്ടണമെങ്കിൽ എന്താ, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 24 × 18 × 12 ഈക്വൽ ടു വോളിയം ഓഫ് ക്യൂബ് വരുന്നത് എത്രയാണ്, 6 ക്യൂബ് വരും. കാരണം എന്താ, ഒരു സൈഡ് എന്ന് പറയുന്നത് 6ആണ്. അങ്ങനെ 3 സൈഡ് ചെയ്യുമ്പോൾ 6 × 6 × 6 വരും. 6 ക്യൂബ് വരും. അത് ഒരു ക്യൂബിൻ്റെ വോളിയം. അങ്ങനെ n ക്യൂബ്സ് ഉണ്ടാക്കി. ഈ എന്നിൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല. അപ്പം എന്നിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്താ, ഈ 6 ക്യൂബിനെ ഇങ്ങോട്ട് വിടണം. അപ്പം 6 × 6 × 6 എന്നാക്കി ഇവിടെ. എന്നിട്ട് ഇവിടുത്തെ 6 വെട്ടിക്കളഞ്ഞുക. ഇനി ഇതെല്ലാം വെട്ടി പോകും. എന്താണ് 6, ഇവിടുത്തെ 6 2, അതുപോലെ ഇവിടെ 3, 6 4s are 24. 3 × 2 6 വരും. 6 × 4 24 വരും. 24 ക്യൂബ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓപ്ഷൻ 4 ആണ് ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ 73, 115, 185 എന്ന് പറയുന്ന നമ്പറിനെ ഏതോ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും സെയിം റിമൈൻഡർ തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള നമ്പറിൽ, അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ എന്താ, HCF ഈ 73, 115 അതുപോലെ 185 എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ HCF എടുക്കണമെങ്കിൽ എന്താ, 73-നും 115-നും ഇടയ്ക്കത്തെ ഗ്യാപ്പ് നോക്കിയാൽ മതി. അത് എത്രയാണ്, 42 കിട്ടും. അതുപോലെ 115-നും 185-ൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എത്രയാണ്, അതെന്ന് പറയുന്നത് 70. ഇനി 185-നും 73-ൻ്റെ ഇടയ്ക്കത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഡിഫറൻസ് എത്രയാണ്, അത് എന്ന് പറയുന്നത് 112 വരും. അപ്പം ഇതിൻ്റെ HCF എടുത്താൽ മതി. അപ്പം ഇതിൻ്റെ HCF എടുക്കാൻ ഒരു എളുപ്പമാർഗ്ഗം നമ്മളിപ്പോൾ നോക്കിയതാണ്. എളുപ്പമാർഗ്ഗം നോക്കിയതല്ല, എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു രീതിയാണ്. ഇനി എന്താ, ഇനി നമുക്ക് ഓപ്ഷനിൽ പോയി നോക്കാം. 42-ലെ 70-ൻ്റെ ഓപ്ഷൻ ഏതാ, 5 വരത്തില്ല. അതുപോലെ 11 വരത്തില്ല. 7 വരാം, 14 വരാം.
ഇനി ഇവിടെ 112 എടുത്താലും എന്താണ് അത് 112 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ HCF ആയിട്ട് എന്താണ് ഏറ്റവും ഗ്രേറ്റർ നമ്പറാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 14 ഉത്തരം വരുന്നത്. 7 പോസിബിൾ ആണ്, പക്ഷെ നമ്മൾ എന്താ ഗ്രേറ്റർ പോസിബിൾ സച്ച് നമ്പർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 14 വരും. ഓപ്ഷൻ തന്നേക്കുന്നത് ഏറ്റവും ഗ്രേറ്റർ 14. അപ്പോൾ എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഒരു ഷോപ്പ് കീപ്പർ ഫോൾട്ടി വെയിറ്റ് ഉപയോഗിക്കുന്നത്. ഫോൾട്ടി വെയിറ്റ് ഉപയോഗിക്കുന്നത് എന്താ 25% ലാഭം കിട്ടുന്നുണ്ട് എപ്പം 1000 ഗ്രാം സാധനം വിൽക്കുമ്പം. അവിടെ ഇപ്പോൾ 25% എന്നുള്ള നമ്മൾ ഫ്രാക്ഷനിലോട്ടാക്കുമ്പോൾ എത്രയാണ് 1/4 ആണ്. അതായത് കോസ്റ്റ് പ്രൈസ് 4 രൂപയും സെല്ലിങ് പ്രൈസ് 5 രൂപയും. 4 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് വിൽക്കണം. ഇതെന്താണ്, ഇത് പ്രൈസിൻ്റെ റേഷ്യോ ആണ്. പക്ഷേ ഇയാൾ കൃത്രിമം കാണിക്കുന്നത് എവിടെ, ക്വാണ്ടിറ്റിയിൽ എവിടെയും കാണിക്കുന്നത് കൃത്രിമം കാണിക്കുന്നത്. അതായത് വെയിറ്റ് 5 കിലോ ആണെന്ന് പറഞ്ഞ് 4 കിലോയെ കൊടുക്കത്തുള്ളൂ. എന്താ 1 ഗ്രാമിന് 1 രൂപയാണെന്ന് വെച്ചോ. അപ്പോൾ 1000 ഗ്രാമിന് എത്രയാണ് 1000 രൂപ വരും. ഇയാൾ കള്ള വെയിറ്റ് വെച്ച് അളക്കുന്നത് എന്താ 1000 ഗ്രാമാന്ന് പറഞ്ഞല്ലേ കൊടുക്കുന്നത്. ശരിക്കും എത്രയേ കൊടുക്കുന്നുള്ളൂ, 4 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ 4ൻ്റെ പാർട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഈ 4ൻ്റെ പാർട്ട് കണ്ടുപിടിക്കാൻ എന്തായി, ഈ 1000 × 4 ÷ 5 ചെയ്താൽ മതി. അപ്പോൾ എത്ര 800 കിട്ടും. അപ്പോൾ 800 ഗ്രാം ഇയാളെന്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഫാൾട്ടി വെയിറ്റ് എത്രയാണ് 1000 കിലോ എന്ന് പറഞ്ഞ് 800ൻ്റെ കട്ട അയാൾ എടുത്ത് വയ്ക്കുന്നുള്ളൂ. അപ്പം അതാണ് ഫോൾട്ടി വെയിറ്റ്. അപ്പോൾ ഓപ്ഷൻ 3 800 ഗ്രാം. അപ്പം ഷിഫ്റ്റ് 4 എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.